എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിൽ റിയാക്ഷനാണ് ഉണ്ണി മൂന്തൻ. യെസ്, മാർക്കോ സിനിമ ഒരു ബെഞ്ച് മാർക്കാണ്. ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കുറിച്ചിട്ട ഒരു വലിയ മാർക്കാണത്. യെസ്, അതിലൂടെ നമ്മൾ കുറിച്ചിട്ട് ഒരു മാർക്ക്, ചെറിയ മാർക്ക് നല്ല പറയണ്ട, വലിയൊരു വര. അതെ, ഇനി വരാൻ പോകുന്നതും ഇനി മലയാള സിനിമയിൽ നിന്ന് കാണാൻ പോകുന്നതും ഇതിന്റെ അപ്പുറമുള്ള ഐറ്റംസ് ആയിരിക്കും എന്നുള്ളത് ഒരു സൂചന കൊടുത്ത. അതായത് ഇന്ത്യൻ സിനിമയെ പിടിച്ചിട്ട് ഒന്ന് വരഞ്ഞു, അതെ, ഒന്ന് കുലുക്കി. ആ വരയിലൂടെ ഒരുപാട് ബ്ലഡാണ് പുറത്തേക്ക് വന്നത്. ഫുൾ ബ്ലഡി സിനിമയായിരുന്നു മാർക്കോ. എന്തായാലും ഇതിലൂടെ ഈ മാർക്ക് നമ്മളവിടെ കുറിച്ചിട്ടു. അതിലൂടെ മറ്റൊരു മാർക്ക് നമ്മൾ കുറിച്ചിടുകയാണ്, ഉണ്ണി മുകുന്ദൻ. അതായത് ഒരു ആക്ഷൻ സ്റ്റാറായിട്ട്, ഒരു സൂപ്പർ സ്റ്റാറായിട്ട് ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉണ്ണി മുകുന്ദൻ വളരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോന്റെ താഴെ, അതായത് മാർക്കോന്റെ വീഡിയോന്റെ താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ആളെ എവിടെയോ പുറത്താ, ഡൽഹിയിലോ അവിടെ എത്തിയാൻ കണ്ട. അത് പറയാണ്, ഇവിടെയുള്ള പെൺകുട്ടികൾ മൊത്തം ഈ മറ്റേ ഉണ്ണി മുകുന്ദന്റെ ഫിസിക്കിനെ കുറിച്ചും ഉണ്ണി മുകുന്ദന്റെ ലുക്കിനെ കുറിച്ചുമാണ് സംസാരം. ഇങ്ങോട്ട് കൊണ്ടുപോവാ, അതായത് ബോളിവുഡിലേക്ക് കൊണ്ടുപോവാ എന്നാണ് പറയുന്നത്. നോക്കിയിരുന്നു ഇപ്പൊ തരും, കിട്ടും, തരാ ഞങ്ങള്. പക്ഷെ ബോഡിനെ കുറിച്ച് മാത്രമൊക്കെയാണ് പറയുന്നെങ്കിൽ കൊടുത്തോട്ടെ. അല്ല, ബോഡി ചെറുതായിട്ടൊരു ഒരു ജലസ്, അത് കമന്റ് വന്നപ്പോ തന്നെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ അങ്ങ് ഇതെനിക്ക് അതിന് മുൻപ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു റീൽസിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയുണ്ട്. ആള് തിയേറ്റർ റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞതാണ്, ബോഡിയൊക്കെ അടിപൊളിയായിരുന്നു. ആ സമയത്ത് കയറിയത് എനിക്ക് കുരു പൊട്ടിയതാണ് എനിക്ക്. അതാണ് ഇരിക്കട്ടെ, പിന്നെ നമ്മുടെ ഉണ്ണി മുകുന്ദനല്ലേ നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ. അതെ, അതിന്ന് നമ്മൾ എന്തും നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. ഒരു ആക്ഷൻ സ്റ്റാർ ആണ്, സൂപ്പർ സ്റ്റാർ ആകുക എന്നുള്ളത് ഇനി അങ്ങോട്ട്, അതായത് വരുന്ന സിനിമകൾക്കനുസരിച്ച്, അതായത് അതിൻ്റെതായ രീതിയിലുള്ള ഒരു സമീപനം ഉണ്ണി മുകുന്ദൻ്റെ ഭാഗത്തു നിന്നും വരണം. നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണം, എന്നിട്ട് അങ്ങനെ വളരണം. അത് വേറെ കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഒരുപാട് നടന്മാരെ വേണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് ആഘോഷിക്കുക. സിനിമകൾ ചെയ്താൽ മതി, സൂപ്പർ പിന്നെ അല്ല, പിന്നെ ആൾക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. ഒരാളും സൂപ്പർ സ്റ്റാർ ആയിട്ട് ജനിക്കുന്നില്ല, അതാണ് ജീവിച്ച്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലൂടെയാണ് സൂപ്പർ സ്റ്റാർ ആയി മാറുന്നത്, പിടിച്ചെടുക്കുന്നതല്ല. പിന്നെ ഓരോ ഏരിയ ഇങ്ങനെ വെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കണം, പിടിച്ചെടുത്തിരിക്കും. അതിനുള്ള സൂചനയാണ് മാർക്കോ. മാർക്കോ ത്രില്ല് കയറിയിട്ടേ എങ്ങോട്ടൊക്കെ ഇനി പോകട്ടോ. അതാണ്, അതല്ല ത്രില്ല് കയറിയ പിന്നെ വീഡിയോ എവിടെ തുടങ്ങുന്നു അവിടെ ആയിരിക്കും അവസാനിക്കുന്നത്. അത് ത്രില്ല് കയറി കഴിഞ്ഞാൽ പിന്നെ ബിഗിനേഴ്സിനുള്ളതല്ല വീഡിയോ. അത് ഇവരെന്ത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചിന്തിച്ചു, അതായത് പുതിയ ആൾക്കാർക്ക് തോന്നും. പക്ഷെ പയർക്ക് മനസ്സിലാവും, ഇത് അവന്മാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവന്മാർക്ക് ത്രില്ല് കയറിയിട്ടുണ്ട്, അതൊരു ത്രില്ലായിരിക്കും, അവർക്കൊരു ത്രില്ലായിരിക്കും. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മുടെ റീൽസ് ബീക്കൺ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ്റെ ഒരു ട്രിബ്യൂട്ട് വീഡിയോ കാണാം. ഓക്കെ, കുറേ കാര്യങ്ങൾ പറയാൻ ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അങ്ങ് പറഞ്ഞു പോകാനാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ കൂടെ കിട്ടിയാൽ അങ്ങനെ നോക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കണല്ലോ അങ്ങനെയാണെങ്കിൽ. അല്ലെങ്കിലും ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അത് വേറെ കാര്യം, ഞങ്ങൾ മിഡിൽ ബെഞ്ചേഴ്സ് ആണെന്നുള്ളത് ഞങ്ങൾ ആൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ചിലതൊക്കെ അറിയും, ചിലതൊക്കെ അതായത് ബാക്ക് ബെഞ്ചേഴ്സ് പോലെ ഒന്നും അറിയാത്ത അവസ്ഥയല്ല. എന്നാൽ മുന്നിലുള്ള ബെഞ്ചേഴ്സിന്റെ അത്രക്ക് എല്ലാം അറിവുള്ള ആൾക്കാരുമായിരിക്കും. അത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരുന്ന വീഡിയോ എന്ന് പറയുന്നത് കിഴി എപ്പിസോഡ്. അത് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എഴുതിയിടുന്ന സംഭവം മാത്രമേ പ്രിപ്പറേഷൻ. അല്ലാതെ അതിന്റെ ഇടയ്ക്ക് വരുന്നതോ സംസാരിക്കുന്നതോ ഒക്കെ അത് ഈ സമയത്ത് തന്നെ വന്നു പോകുന്ന സാധനങ്ങളാണ്. അത് ഞങ്ങൾ നോർമലായിട്ട് ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെ, അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നൊന്നുമല്ല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് സൂപ്പർ സ്റ്റാർ, ഇപ്പോ നീ പറഞ്ഞില്ലേ ആരും സൂപ്പർ സ്റ്റാർ ആയി ജനിക്കുന്നില്ല, അത് വലിയൊരു കണ്ടന്റ് ആണ്. അത് വെച്ച് നമുക്ക് കുറേ പോകാൻ പറ്റും, മണിക്കൂറുകൾ പോകാൻ പറ്റും. അപ്പൊ അതിനുള്ളൊരു സാധനമാണ് ഇപ്പൊ നമ്മുടെ യഷ് ഇല്ലേ. യഷ് സൂപ്പർ സ്റ്റാർ ആയത് എങ്ങനെയാണ്? അതിനു മുൻപ് ഒരുപാട് ഈ തനി പൈങ്കിളി സാധനങ്ങളൊക്കെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാമ്പസ് മൂവിയൊക്കെ. നമ്മളിപ്പോ കാണുന്ന യഷ് ആയിരുന്നില്ല അത്. ലുക്കിലും മട്ടിലും അഭിനയത്തിൻ്റെ രീതിയിലും ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ആളുടെ ആ സ്വാഗും സ്റ്റൈലൊക്കെ മാറ്റി പിടിച്ചിട്ടാണ് നമ്മുടെ KGF നമുക്ക് യശിനെ കിട്ടിയത്. KGF പോലെ അല്ലെങ്കിൽ KGF യശ് സൂപ്പർ സ്റ്റാർ ആയ പോലെ ഉണ്ണി മുകുന്ദനാവും എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സിനിമകൾ ചെയ്യാൻ, വലിയ പ്രൊഡക്ഷൻ
ടീമുകൾ വരണം, ആ ലെവലിൽ റീച്ച് കിട്ടുന്ന ഒരു നടനാണ് യശ്. പക്ഷെ ഉണ്ണിമുന്തൻ അങ്ങനെയല്ല, അങ്ങനെ ഒരു ലെവലിലേക്ക് വളരണം, അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രി അല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഇൻഡസ്ട്രി. ഇനി വേറൊരു കാര്യം കൂടി പറയാം. മാർക്കോ സിനിമേന്റെ ആകെ ബഡ്ജറ്റ് 30 കോടിയാണ്. KGF അല്ലെങ്കിൽ KGF 2 ആ സിനിമകളിലൊക്കെ ബഡ്ജറ്റ് 100 കോടി. അതിനനുസരിച്ച് മുടക്കുമ്പോൾ ആ സിനിമയും കൂടി വലുതാവുക. അപ്പൊ മാർക്കോ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അറിയാമോ, കേരളത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ആ സാധനം ചെയ്തിട്ടുള്ളത്. ആ സാധനം എത്രത്തോളം വലുതാക്കാൻ പറ്റും, കേരളത്തിൽ എത്രത്തോളം വലിയൊരു സംഭവമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് അത്രയും ബഡ്ജറ്റിൽ വരുന്ന സിനിമകൾ ഭയങ്കരമായിട്ട് റീച്ച് കൊടുക്കും. അതായത് ആ പ്രൊഡക്ഷൻ ടീം തന്നെ വൻ പ്രൊമോഷന് വൻ പരിപാടിയായിരിക്കും. ഇത് ഈ കുറഞ്ഞ ബഡ്ജറ്റിൽ വന്നിട്ട് ഇന്ന് ഇന്ത്യയിൽ നിന്ന് കത്തുന്നുണ്ടെങ്കിൽ അപ്പൊ മലയാള സിനിമയില് കുറച്ച് ബഡ്ജറ്റും കൂടി വെച്ചിട്ട് ചെയ്യാൻ എന്തായിരിക്കും അതിന്റെ അവസ്ഥ, ക്വാളിറ്റി എന്തായിരിക്കും? അതിനുള്ള നടൻ ഉണ്ണിമുന്തനുണ്ട്, പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മള് മാർക്കോയിൽ കണ്ടതാണല്ലോ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ അതിൽ കാബിർ ദുഹാൻ സിംഗിനെ ചിലരൊക്കെ ഉയർത്തി പൊക്കി വെക്കുന്നുണ്ട് ഉണ്ണിമുന്തൻ്റെ അപ്പുറത്തേക്ക്. വില്യനിസം എന്നുള്ള രീതിയിലും ആളുടെ സ്വാഗും സ്റ്റൈലും സ്ക്രീൻ പ്രസൻസും നോക്കിക്കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്, അത് സംശയമില്ല. പിന്നെ ആൾ ചെയ്തു വെച്ചിരിക്കുന്ന ക്രൂരതയും ഭീകരമാണ്. പക്ഷേ ഒരിക്കലും ഉണ്ണിമുന്തൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫൈറ്റ് രംഗങ്ങൾ ആ ലെവലിൽ ചെയ്യാൻ അതിൽ ആരഭിനയിച്ച ആൾക്കാരത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എത്തൂല. അതിന്റെ ഒപ്പമൊന്നല്ല, അതിന്റെ ഒരു കാൽഭാഗം എത്തുമെന്ന് തോന്നുന്നില്ല. അത് എടുത്ത് നോക്കിയാൽ മതി. എന്നിട്ട് വെറുതെ, അതായത് ഹേറ്റേഴ്സ് ഉണ്ണിമുന്തന് കൊടുക്കേണ്ട ഒരു അംഗീകാരം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയെ സഞ്ചരിച്ച് വേറെയുള്ളവരെ പൊക്കിക്കൊണ്ടുവരിക. പൊക്കുന്നത് നല്ലതാണ് സിനിമക്ക്, അത് വേറെ കാര്യം. സിനിമ അപ്പോഴും വളരെ ഉള്ളൂ, അല്ലാണ്ട് പല ആൾക്കാർക്കും ഇത് എനിക്ക് തോന്നിയതാ, പല ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, അതായത് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരുമോ എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ ചർച്ച. അപ്പോൾ ആൾ ഇനി ചെയ്യുന്ന സിനിമകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള ആക്ഷൻ സിനിമകൾ മലയാളത്തിൽ സംഭവിക്കണം എന്നില്ല. ഇനിയിപ്പോൾ മാർക്കോ 2 സംഭവിക്കണമെങ്കിൽ തന്നെ എന്തായാലും ഒരു വർഷമെങ്കിലും കഴിയണം. അതിനിടയിൽ ആൾ വേറെ സിനിമകൾ ചെയ്യും. അപ്പോൾ ആക്ഷൻ മാത്രം ചെയ്താലും ഈ ഒരു ലെവലിലേക്ക് വളരുന്ന സിനിമകൾ ഉണ്ടാവണമെന്നില്ല, അതൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, വേറെ രീതിയിലുള്ള സ്ക്രിപ്റ്റുകളും ഒക്കെ ആൾ ട്രൈ ചെയ്യും. പിന്നെ വരാനിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഗെറ്റ് സെറ്റ് ബേബി, പിന്നെ നമ്മുടെ ഗന്ധർവൻ ജയർ. അപ്പോൾ അതൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ വേറെ രീതിയിലുള്ള പരിപാടികളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പം ആ സിനിമക്ക് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇതിനേക്കാളും വലുതാവാം, ചെറുതാവാം. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ സൂപ്പർ സ്റ്റാർ പദവിയിലേക്കുള്ള വളർച്ച. തീർച്ചയായിട്ടും. ഇപ്പൊ പറഞ്ഞ് എടുത്ത് നമുക്ക് നോക്കാം. ലാലേട്ടൻ രാജാവിന്റെ മകൻ, അതിനുശേഷമാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു നടനിലേക്ക് ഉള്ള വളർച്ച തുടങ്ങുന്നത് അവിടുന്ന്. അതുപോലെ തന്നെയാണ് ഏതൊക്കെ നടന്മാരുണ്ടോ അവരുടെയൊക്കെ ഒരു സിനിമ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ നിന്ന് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞ മാർക്ക് പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഉണ്ണിമുന്തന്റെ ലൈഫിൽ തന്നെ ബെഞ്ച് മാർക്കാണ് മാർക്ക്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുമ്പോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് കറക്റ്റായിട്ട് സ്ക്രിപ്റ്റ്. നമുക്കിപ്പോ എടുത്ത് തന്നെ പറയാം, സ്ക്രിപ്റ്റ് സെലക്ഷൻ. ഇതിനു മുന്നേ വന്ന സിനിമകള് 1-2 സിനിമകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഉണ്ണിമുന്തൻ സിനിമകളൊക്കെ മോശം തന്നെയാണ്. ഒന്നും എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല. ഒരു മാളികപ്പുറം അത് നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ മേപ്പടിയാൻ ഒരു ആവറേജ് സിനിമ. അങ്ങനെ 1-2 സിനിമകളല്ലാണ്ട് അതിൽ കൂടുതലൊന്നും നല്ല സിനിമകളൊന്നും വന്നിട്ടില്ല. അതൊക്കെ സ്ക്രിപ്റ്റിന്റെ മോശം കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കഴിവുണ്ട് എന്നുള്ളത് വീണ്ടും തെളിയിച്ചതാണ്. ഒരുപാട് നല്ല സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അതൊക്കെ സൂപ്പർ സ്റ്റാർ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളായിരുന്നു. അതിന്റെ ഒരു സൈഡ് റോള് അല്ലെങ്കിൽ ഒരു വില്ലൻ വേഷം അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെയല്ലാതെ ആള് മുഴുനീളം നായകനായി വന്ന സിനിമകൾ ഇനി അങ്ങോട്ട് നമ്മൾ എന്തായാലും വന്നതൊക്കെ പോട്ടെ, എന്തായാലും മാർക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ മാർക്കോയിലൂടെ. അതിനുശേഷമുള്ള സിനിമകൾ എന്തായാലും വലുത് തന്നെ സംഭവിക്കണം, മസ്റ്റായിട്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇനി സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ നമുക്ക് ശരിക്ക് ഉണ്ണിമുന്തനെ വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു നടൻ ഇല്ല. ഏത് ഇങ്ങനത്തെ ഒരു ഇടിവെട്ടായിട്ട് അതില്ല, അതിപ്പോ കിട്ടിയതാണ്, കളയരുത്. അതായത് ഭയങ്കരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കഴിവുകളും തെളിയിച്ച് സൂപ്പർ സ്റ്റാർ ആവുന്ന നടന്മാരൊന്നും ഇപ്പല്ല ആരും. ലാലേട്ടനും മമ്മൂക്കൊക്കെ അതിന് അന്നുണ്ടായിരുന്നു, പിന്നെ മറ്റു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ യശിനായാലും അതിൻ്റെതായ ഒരുപാട് പരിമിതികളും ഒരുപാട് കഴിവുകളും ഉണ്ട്. യശ് ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, യശിനെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അത് ഇഷ്ടക്കുറവുകൊണ്ടല്ല, ശരിക്കും സ്വാഗ്, സ്റ്റൈല്, ലുക്ക്
പിന്നെ സ്ക്രീൻ പ്രസൻസ് ഈ 4 സാധനം കൊണ്ടാണ് KGF എന്ന് പറഞ്ഞ സിനിമ അതെ ഗംഭീരം. പിന്നെ ഡയലോഗുകളും പിന്നെ സ്റ്റൈലും ആക്ഷനും. അതെ, അതിന്റെ അപ്പുറത്തേക്ക് ശരിക്കും അഭിനയിച്ച് മരിച്ചിട്ടൊന്നുമില്ല. ഇല്ല, അങ്ങനെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രഭാസ്. അതെ, അങ്ങനത്തെ അഭിനയം അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷനുകൾ, അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇവർക്കൊന്നും. ഇവരൊക്കെ അല്ലാതെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവരുടെ മാർക്കറ്റ് വാല്യൂ വലുതാകാൻ കാരണം ഇവർ നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ്. അതാണ് ഇവിടെയും ഒരു വെല്ലുവിളി ആവുന്നത്. അല്ലെങ്കിൽ ശരിക്കും ഉണ്ണിമുന്തൻ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് ഈ ഒറ്റ സിനിമ കൊണ്ട് ശരിക്കും വളരുമായിരുന്നു. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടുള്ള സിനിമകൾ ഇതുപോലെ നോക്കാം. ഇനി ഉണ്ണിമുന്തൻ സിനിമകൾ വരുമ്പോൾ ഒക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പാൻ ഇന്ത്യൻ സിനിമയായിട്ട് തന്നെ വരണം. ഈ ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളൊരിതുണ്ടല്ലോ. ഇപ്പോൾ ഒരു ആക്ഷൻ സ്റ്റാർ എന്ന് പറയുന്ന സംഭവം അത് ആ ഒരു സ്റ്റാർഡം തന്നെ കിട്ടിയിരിക്കുന്നതാണ്. അത് ആ ഒരു ആളുടെ അടുത്ത സിനിമ വരുമ്പോഴും ഇതുപോലെ തന്നെ എല്ലായിടത്തും സിനിമ എത്തണം. എന്തായാലും അങ്ങനെ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇനി ഗന്ധർവൻ ഒക്കെ അങ്ങനെ പാൻ ഇന്ത്യൻ സിനിമകളായിട്ട് വരാൻ അന്ന് തന്നെ പ്ലാൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. ഈ ഗെറ്റ് സെറ്റ് ബേബി അത് ഒരു ചെറിയ സിനിമയായിരിക്കും. അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു റീച്ചിലേക്ക് എത്തും എന്ന് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും വരുന്ന കണ്ടന്റുകൾക്കനുസരിച്ചാണ് ഇനി ഓരോന്നും. എന്തായാലും നമുക്ക് ഉണ്ണിമുന്തനെ ആഘോഷിക്കാം. എവിടെയാണ് നമ്മൾ തുടങ്ങിയത്? നമ്മൾ ഇനി ഇവിടെ നിർത്താൻ പോവാണ്. തുടങ്ങിയെടുത്ത് തിരിച്ചു പോകണ്ട, ഇവിടെ നിർത്താൻ പോകണം. നിർത്തിക്കോ. വളരെ നല്ല കാര്യം. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളായിട്ട്. അപ്പോൾ ഒരു വീഡിയോ കൂടെ കിട്ടിയേ മറ്റൊരു വിശേഷമായിട്ട് പെട്ടെന്ന് വരാം. ബൈ.